Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, good morning. April, good morning. Okay, Manila, good morning. കഴിഞ്ഞ ദിവസം എടുത്ത തവണകളൊക്കെ വായിച്ചു നോക്കിയോ എല്ലാവരും? മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി അല്ലേ? 6ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. ഓക്കെ, വായിച്ചോ? അത് എടുത്തവരെ വായിച്ചു നോക്കിയോ? ക്ലിയറല്ലേ എക്സാമിന്? ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഗ്രീവൻസസ് എന്താണ്, ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി, അതിന്റെ മീനിങ് മനസ്സിലാക്കി അല്ലെ. പിന്നെ നമ്മൾ ഗ്രീവൻസിന്റെ 3 ഡെഫിനേഷൻസുകൾ പഠിച്ചു അല്ലെ. 3 അല്ല 4. 4 ഡെഫിനേഷൻസ് നമ്മൾ പഠിച്ചു. അതൊക്കെ നോക്കി വെക്കണം കേട്ടോ. ഓരോ ഡെഫിനേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അത് തന്നിട്ട് അത് ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെയും വ്യത്യാസമുണ്ട്, നല്ലപോലെ നോക്കി മനസ്സിലാക്കണം കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് ഫോംസ് ഓഫ് ഗ്രീവൻസസ് ആണ്. അതായത് ഏതൊക്കെ രീതികളിൽ എംപ്ലോയീസിന് അവരുടെ ഗ്രീവൻസസ് എക്സ്പ്രസ് ചെയ്യാം ഇല്ലേ. അപ്പൊ 3 ഫോംസുകളാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്. ഒന്ന് ഫാക്ച്വൽ ഗ്രീവൻസസ് കേട്ടോ, ഫാക്ച്വൽ അല്ലാട്ടോ, ഫാക്ച്വൽ എന്നാണ് കേട്ടോ. 6 വെട്ടിക്കളയെ ഫാക്ച്വൽ ഗ്രീവൻസ്. രണ്ടാമത്തത് ഇമാജിനറി ഗ്രീവൻസ്. മൂന്നാമത്തത് ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ്. അതൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഫാക്ച്വൽ ഗ്രീവൻസ് എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയ്മെന്റ് കരാറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു എന്താണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗ്രീവൻസ്. ആ ഒരു കരാറ് പ്രകാരം അവർക്ക് കൊടുക്കാമെന്നതിന്റെ കാര്യങ്ങളുണ്ട്. എന്താണ്, ലഭിക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോ എംപ്ലോയീസിന് ഉണ്ടാവുന്ന ഒരു ഗ്രീവൻസ്. എന്താണ് എന്ത്? ഫാക്ച്വൽ ഗ്രീവൻസ് അല്ലെ. ഇമാജിനറി എന്ന് പറയുന്നത് സ്വമേധയാ ഉണ്ടാവുന്നതാണ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് അവരുടെ ഒരു തെറ്റായ ധാരണ, അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റായിട്ടുള്ള ഒരു മനോഭാവം, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങള്, അതുമൂലം ഉണ്ടാകുന്ന ഗ്രീവൻസസിനെയാണ് നമ്മൾ ഇമാജിനറി ഗ്രീവൻസസ് എന്ന് പറയുന്നത്. ഡിസ്ഗൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗ്രീവൻസസിനുള്ള കാരണം എന്താണ് വ്യക്തമല്ല അല്ലെ. അതായത് കാരണങ്ങൾ, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഒരു ഗ്രീവൻസസ് ഉണ്ടാവും. പ്രത്യേകിച്ച് കാരണമില്ലാതെ നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. കാരണം ഉണ്ടാവാം, അത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും എന്താണ് ഇഷ്യൂസ് ആയിരിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസസ് എന്ന് പറയുന്നത്. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സോഴ്സസ് ഓഫ് ഗ്രീവൻസസ് ആണ് കേട്ടോ. അതായത് ഗ്രീവൻസസിന്റെ സോഴ്സസ്, ഇങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഗ്രീവൻസസുകൾ ഉണ്ടാകുന്നത്. ഏതെല്ലാം രീതികളിലൂടെയാണ് ഇങ്ങനെ ഗ്രീവൻസസുകൾ ഉണ്ടാകുന്നത്? ഓക്കെ, സോഴ്സസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ മെയിൻ സോഴ്സസ് ഓഫ് ഗ്രീവൻസസ് ആർ ആസ് ഫോളോസ്. പ്രധാനമായിട്ടും നമുക്ക് 3 സോഴ്സസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണെന്ന് അറിയാം 3 സോഴ്സസ്? ഫസ്റ്റ് വൺ മാനേജ്മെന്റ് പ്രാക്ടീസസ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? മാനേജ്മെന്റ് പ്രാക്ടീസസ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മാനേജ്മെന്റ് പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ചില പ്രവർത്തനങ്ങള് അല്ലെ, അതുമൂലം എന്തുണ്ടാവാം? ഗ്രീവൻസസ് ഉണ്ടാവാം അല്ലെ. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന പ്രവർത്തനങ്ങള് അല്ലെ. ചിലപ്പോ ചില പോളിസികൾ അൺഫെയർ ആയിരിക്കാം അല്ലെ. ചിലപ്പോ മാനേജ്മെന്റ് മുന്നോട്ട് കൊണ്ടുവരുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസുകള് ചിലപ്പോൾ എന്തെങ്കിലും അൺഫെയർ ആയിരിക്കാം. അപ്പൊ അതുമൂലം എന്താണ്? എംപ്ലോയീസിന് ഗ്രീവൻസസ് ഉണ്ടാവാം അല്ലെ, പരാതികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ആശങ്കകൾ ഉണ്ടായിരിക്കാം. എന്താണ്? വീഡിയോ സ്റ്റെക്ക് ആവുന്നുണ്ടോ? വീഡിയോ സ്റ്റെക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടോ? അത് അഭിലാഷിന് മാത്രമാണോ ഇഷ്യൂ വരുന്നത്? മറ്റാർക്കെങ്കിലും അങ്ങനെ പ്രോബ്ലം വരുന്നുണ്ടോ എന്ന് പറയാമോ? ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വീഡിയോന്റെ പ്രശ്നമാണോ? ഇല്ല. അപ്പൊ അഭിലാഷെ ഒരു കാര്യം ചെയ്യും, ചിലപ്പോ റേഞ്ചിന്റെ ഇഷ്യൂസ് ആയിരിക്കും. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടെ റീജോയിൻ ചെയ്ത് നോക്കിയേ, അപ്പൊ കറക്റ്റ് ആയിരിക്കും കേട്ടോ. റേഞ്ചിന്റെ ആയിരിക്കും, മറ്റുള്ള ആളുകൾക്ക് പ്രശ്നമില്ല. ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ടേ റീജോയിൻ ചെയ്തില്ല, അപ്പൊ ചിലപ്പോ ശരിയാണ്. റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയിരിക്കണേ. ഇപ്പൊ ഓക്കെ ആയാ?
ഞാൻ പറഞ്ഞ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പോ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മാനേജ്മെന്റ് പ്രാക്ടീസസ്. മനസ്സിലായല്ലോ? മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില പ്രവർത്തനങ്ങള്, ചില ആക്ഷൻസുകള്, അത് എന്താണ് എന്തുണ്ടാക്കാം? എംപ്ലോയീസിന്റെ ഇടയിൽ ഗ്രീവൻസസ് ഉണ്ടാക്കാം അല്ലെ? പിന്നെ രണ്ടാമത്തെ പോയിന്റ്, അതിന്റെ സബ് ഡിവിഷൻ ആയിട്ട് കുറെ പോയിന്റുകൾ വരുന്നുണ്ട്. അത് നമുക്ക് പറയാം. രണ്ടാമത്തെ മെയിൻ പോയിന്റ് എന്താണെന്നറിയോ? ഗ്രീവൻസസ് റിസൾട്ടിങ് ഫ്രം ദ പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, അയ്യോ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല? ഒരു മിനിറ്റ് കേട്ടോ, വോൾട്ടേജ് പോകുന്നുണ്ട്. മിനിറ്റ്. ഓക്കെ, പിന്നെന്താണ്? ഗ്രീവൻസസ് റിസൾട്ടിങ് ഫ്രം ദ പേഴ്സണൽ മാനേജ്മെന്റ് കേട്ടോ. അതായത് പേഴ്സണൽ ഇഷ്യൂസ് മൂലം ഉണ്ടാകുന്ന ഗ്രീവൻസസ്. പേഴ്സണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇമാജിനറി എന്ന് നമ്മൾ പറഞ്ഞത്. അതായത് ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. പേഴ്സണൽ ഇഷ്യൂസ്, ചിലപ്പോൾ അവരുടെ പേഴ്സണൽ സ്ട്രെസ് കൊണ്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ് മൂലം ഉണ്ടാകുന്ന ഗ്രീവൻസസ് ആണ്. ഓക്കെ, പിന്നെ മൂന്നാമതൊരു സോഴ്സ് പറയുന്നത് വർക്കിംഗ് കണ്ടീഷൻസ് ആണ്. എന്ന് വെച്ചാൽ തൊഴിൽ സാഹചര്യങ്ങൾ. അതായത് അവർക്ക് ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്നുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ. ചിലപ്പോൾ അവർക്ക് വർക്ക് ലോഡ് കൂടുതലായിരിക്കാം, ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വേണ്ടത്ര ഫെസിലിറ്റികൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൽ നിന്നൊരു സൗഹാർദ്ദപരമായിട്ടൊരു എന്താ പറയാ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാവാം. ഓക്കെ, അപ്പൊ ഏത് രീതിയിലാണോ? ഇതാണ് പ്രധാനപ്പെട്ട 3 സോഴ്സസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒന്ന് മാനേജ്മെന്റ് പ്രാക്ടീസസ്, രണ്ടാമത്തത് എന്താണ് ഗ്രീവൻസസ് റിസൾട്ടിങ് ഫ്രം ദ പേഴ്സണൽ മാനേജ്മെന്റ്, മൂന്നാമത് വർക്കിംഗ് കണ്ടീഷൻസ്. ഇനി ഈ പറയുന്ന ഓരോ പോയിന്റുകൾക്കിടയിലായിട്ട് കുറെ സബ് ഡിവിഷൻസ് നമുക്ക് നോക്കാനുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, മാനേജ്മെന്റ് പ്രാക്ടീസസ്. അതിനകത്ത് തന്നെ നമുക്കൊരു 5 പോയിന്റ് പറയാനുണ്ട് കേട്ടോ. അപ്പൊ ഓരോന്നും മനസ്സിലാക്കുക, എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഗ്രീവൻസസ് ക്യാൻ അറൈസ് ഫ്രം ദ ഫോളോയിങ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. ഫസ്റ്റ് പോയിന്റ് അതിൽ വരുന്നത് മാനേജ്മെന്റ് സ്റ്റൈൽ ആണ്. മാനേജ്മെന്റ് സ്റ്റൈൽ. ഓക്കെ, നമുക്ക് വായിക്കാം. അത് ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് വായിക്കാം. അതായത് പ്രധാനമായിട്ടും 2 മാനേജ്മെന്റ് സ്റ്റൈലുകളാണ് ഉള്ളത്. 2 മാനേജ്മെന്റ് സ്റ്റൈല്. അതായത് ഒന്ന് ഓട്ടോക്രാറ്റിക് സ്റ്റൈലാണ്. ഓക്കെ, രണ്ടാമത്തത് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലാണ്. ഇതൊക്കെയാണ്. ഒന്ന് ഓട്ടോക്രാറ്റിക് സ്റ്റൈലാണ്, രണ്ടാമത്തത് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറയുക ഓട്ടോനോമസ് ആണ്, സ്വയം ഭരണാധികാരം, ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? സ്വയം ഭരണാധികാരം അല്ലെ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാനേജേഴ്സ് മേക്സ് ഡിസിഷൻ വിത്തൗട്ട് ആസ്കിങ് അതേഴ്സ് അല്ലെ. മാനേജേഴ്സ് ആരോട് ചോദിക്കാതെ അവരുടെ തീരുമാനങ്ങൾ അവരവരുടെ നടപ്പിലാക്കാൻ മറ്റാരായിട്ട് അവർ എന്ത് ചെയ്യുന്നില്ല, ആലോചിക്കുന്നില്ല അല്ലെ. ഓക്കെ, അതാണ് കേട്ടോ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ പണ്ടത്തെ ഒരു രീതിയാണ്, ഒരു മുതലാളിത്ത രീതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിലുള്ള ഒരു സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതേസമയം പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മാനേജേഴ്സ് ഇൻവോൾവ് ഇൻ ദയർ ടീം ഇൻ ഡിസിഷൻ മേക്കിംഗ് അല്ലെ. ഈ പറയുന്ന മാനേജേഴ്സ് അവരുടെ ടീമായിട്ട് എന്ന് വെച്ചാൽ അവരുടെ സബോർഡിനേറ്റ് സ്റ്റാഫുകളുമായിട്ട് അവരുമായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തുന്നില്ല. മാനേജർമാർ എന്ത് ചെയ്യാണ്? അവരുടെ സബോർഡിനേറ്റ് സ്റ്റാഫുകളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് സ്റ്റൈലായിരിക്കും ഏറ്റവും ബെറ്റർ ഇന്നത്തെ സാഹചര്യത്തിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞു, ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ആയിരിക്കും ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്, അതോ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ആയിരിക്കും? ഒന്ന് പറഞ്ഞേ, ഏതായിരിക്കും? പറഞ്ഞേ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ രചന. പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലാണ് അല്ലെ. ഓക്കെ, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലായിരിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യങ്ങളിൽ
ആളുകൾ എന്തായിരിക്കും ഒരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിനെ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. കാരണം എന്താണ് ആരും ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഏത് രീതിയിലുള്ള ഒരു സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആയിരിക്കും ഏറ്റവും നല്ലത്? പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആയിരിക്കും നല്ലത്. അതൊരു കറക്റ്റ് ആണ് കേട്ടോ. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ദ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് one and a participative style on the other may cause grievance among the workforce in an organization. ഒരു ഓർഗനൈസേഷന്റെ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ. ഓക്കെ, അതായത് ഒരു സ്ഥലത്ത് എന്താണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈല്, മറ്റൊരു സ്ഥലത്ത് ഒരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ എംപ്ലോയീസിന്റെ ഒരു ഗ്രീവൻസസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, the workforce composed of extremely qualified people may not appreciate an autocratic style as in the present situation. Participative style is more appreciated. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വിചാരിക്കും, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നല്ല അറിവുണ്ടായിരിക്കും, അവരുടേതായ കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരൊരു കാരണവശാലും എന്തിനും പ്രൊമോട്ട് ചെയ്യില്ല, ഇങ്ങനെയുള്ള ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റിനെ ഒരിക്കലും അവർ എന്ത് ചെയ്യുന്നില്ല പ്രൊമോട്ട് ചെയ്യുന്നില്ല. പകരം എന്തായിരിക്കും പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റിനെ ആയിരിക്കും അവർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെ. The style and practices would need to be adapted according to the current situation. അതുകൊണ്ട് നമ്മുടെ കറന്റ് സിറ്റുവേഷന് അനുസരിച്ച് കൊണ്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്, ദാറ്റ് മീൻസ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് അഡാപ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എന്താണ് അനുയോജ്യമായിട്ട് അല്ലെ. അതിലൂടെ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? ഗ്രീവൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് കേട്ടോ. രണ്ടാമത് വരുന്നതാണ് സോഷ്യൽ ഡിസ്റ്റൻസ്. സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? The relationship between the workers and manager is characterized by the social distance. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കേഴ്സിനും എംപ്ലോയീസിനും മാനേജ്മെന്റിനും ഇടയിൽ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് വരികയാണ്, ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് വരികയാണ്. അതായത് എംപ്ലോയീസിനും മാനേജ്മെന്റിന്റെ ഇടയിൽ ഉള്ള ആ ഒരു റിലേഷന്റെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് വരാനുള്ള റീസൺ എന്തായിരിക്കാം? നോക്കി, ദിസ് ഈസ് ബിക്കോസ് there may be differences in class and cultural orientations between management and workers. Managers view the workers as someone who is on a much lower social scale. In such circumstances, the grievance system would not work in an effective way as the workers are hesitant with their grievances. അപ്പോ പല കാരണങ്ങളാവാം. ചിലപ്പോൾ ഈ പറയുന്ന പോലെ ക്ലാസ് ആൻഡ് കൾച്ചറിലുള്ള ഒരു വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ മാനേജേഴ്സിനും എംപ്ലോയീസിനും ഇടയിൽ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് അനുഭവപ്പെടാം. അങ്ങനെ വരുമ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമാണ്. കാര്യം മാനേജേഴ്സ് അവരുടെ എംപ്ലോയീസിനെ കുറെ കൂടെ ലോവർ സ്കെയിൽ ഓഫ് പീപ്പിൾ ആയിട്ടായിരിക്കും ഇവിടെ കാണുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരിക്കലും ഗ്രീവൻസ് സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അവിടെ വർക്ക്ഔട്ട് ആക്കാനായിട്ട് പറ്റില്ല. എന്ന് പറഞ്ഞാല് എംപ്ലോയീസിന്, കാര്യം അവര് തമ്മിലൊരു സോഷ്യൽ ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാല് ഇപ്പൊ മാനേജേഴ്സ് കുറച്ചും കൂടി സുപ്പീരിയർ ആണ്, അല്ലെങ്കിൽ എംപ്ലോയീസ് അതിനേക്കാളും താഴ്ന്ന ലെവലാണ്. ആ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാല് എംപ്ലോയീസിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ പോലും അവർ എന്ത് ചെയ്യില്ല, അത് മാനേജേഴ്സിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്കൊരു ഹെസിറ്റൻസ് ഉണ്ടായിരിക്കും, അവർക്കൊരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ട് അവർക്കത് അനുഭവപ്പെടും. അതേസമയം എല്ലാവരും ഒരേ ലെവലിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് അവിടെ ഉണ്ടാകും. ഓക്കെ, അത്രയേ ഉള്ളൂ. മൂന്നാമത് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ് കേട്ടോ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് എന്നാണ് അർത്ഥം കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇംപ്ലിമെന്റേഷൻ ഓഫ് HR പോളിസീസ് കേട്ടോ. അതായത് ഹ്യൂമൻ റിസോഴ്സ് പോളിസികള് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും പലതരത്തിലുള്ള അതൃപ്തിക്ക് ഇടപെടാം. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യണം. പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസികളിൽ എന്തെങ്കിലും അൺഫെയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതെന്തിന് ഇടവരുത്തും? ഗ്രീവൻസസിന് കാരണം. If the personal policies do not serve the purpose for which they are formed, it may be a reason for the grievance. There may be several contradictions in personal policies which may lead to grievance. Okay. അതായത് ഇപ്പൊ നമ്മൾ നടപ്പിലാക്കുന്ന പേഴ്സണൽ മീൻസ് HR പോളിസികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രഡിക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകള് അനീതികളൊക്കെ വരികയാണെങ്കിൽ അത് ഗ്രീവൻസസിന് കാരണമാകാം. ഒരു എക്സാമ്പിൾ പറയുന്നത് നോക്കിയേ,
matters related to employee remuneration, seniority, overtime, assignment of personnel to shifter, etc. ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളാണ്. ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് മാറ്റേഴ്സ് റിലേറ്റഡ് ടു എംപ്ലോയി റെമ്യൂണറേഷൻ. ദാറ്റ് മീൻസ് അവരുടെ പ്രതിഫലം. ഇപ്പൊ എംപ്ലോയീസിന് കൊടുക്കുന്ന അവരുടെ സാലറി സംബന്ധമായിട്ട് അവരുടെ റെമ്യൂണറേഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും പോളിസികളായിരിക്കാം. ചിലപ്പോൾ അവരുടെ സീനിയോറിറ്റി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം, അവരുടെ വർക്ക് ഓവർ ടൈം സംബന്ധിക്കുന്ന കാര്യങ്ങളാവാം, അവരുടെ ജോബ് അസൈൻമെന്റ്, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള അവരുടെ ജോലി നിയമനത്തെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും പോളിസികളായിരിക്കാം. അതുപോലെ പേഴ്സണൽ ഷിഫ്റ്റ്, അതായത് എംപ്ലോയീസിന്റെ ഷിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസികളാകും. എന്തുമായിക്കൊള്ളട്ടെ അത്തരം പോളിസികളിൽ എന്തെങ്കിലും അൺഫെയർ ഫീൽ ചെയ്യുകയാണെങ്കിൽ, അന്യായമായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാരണമാകും. കേട്ടോ, ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസി. നാലാമത്തെ പോയിന്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സോഷ്യൽ ഡിസ്റ്റൻസ് പറഞ്ഞില്ല, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് വരും? ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും അല്ലേ? അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് ദ മാനേജ്മെന്റ് that can also cause the grievance. Matters that concern the employees or group of employees should be informed to them. അതായത് എംപ്ലോയീസിനും മാനേജ്മെന്റിന്റെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞിട്ട് അതും ഗ്രീവൻസസിന് ഇടവരുത്താം. കാരണം എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. തിരിച്ചു ആയിരിക്കുന്നുണ്ട്, തിരിച്ച് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ മാനേജ്മെന്റുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് പലതരത്തിലുള്ള ഗ്രീവൻസിന് എന്താണ് വരാം. ഓക്കെ, ഇത്രയാണ് അത് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ എന്താണ് നോക്കിയേ? എക്സാമ്പിൾ നമുക്ക് പറയാൻ തന്നെ അറിയാം അല്ലെ? നോക്കാം. ഇൻഫർമേഷൻ അബൌട്ട് പ്രപ്പോസ്ഡ് ആക്ഷൻസ് ഓഫ് ദ മാനേജ്മെന്റ് which it intends to take in future, location of the new plan, layoffs and mergers, the key decisions, the introduction of new schemes or new ways of working. ഓക്കെ, അത്രയും. അതായത് ഇപ്പോ ഒരു മാനേജ്മെന്റ് ഇപ്പൊ ഭാവിയിൽ എടുക്കാൻ പോകുന്ന എന്തെങ്കിലും തീരുമാനങ്ങളാവും, നിലവിൽ നടപ്പിലാക്കാനല്ല, ഭാവിയിൽ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഓർഗനൈസേഷൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അത് എന്ത് വേണമെങ്കിലും ആവാട്ടോ. അതാണ് പറയുന്നത് ഫ്യൂച്ചർ ലൊക്കേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്, ഒരു പുതിയ പ്ലാന്റിന്റെ ലൊക്കേഷൻ. പുതിയ പ്ലാന്റിന്റെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഈ ഓർഗനൈസേഷനിൽ തന്നെ ഒരു പുതിയൊരു ബ്രാഞ്ച് ഭാവിയിൽ എവിടെയെങ്കിലും അവർ ഓപ്പൺ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ലേ ഓഫ്സ് ആൻഡ് മെർജേഴ്സ്. ലേ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ടെമ്പററി ഓർ പെർമനന്റ് ടെർമിനേഷൻ ഓഫ് എന്താണ് എംപ്ലോയീസ്. ചില എംപ്ലോയീസിന്റെ ജോലി ഒന്നെങ്കിൽ നമ്മൾ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടൊക്കെ നമ്മൾ അവരുടെ എന്താണ് ജോലി നിർത്തിവെക്കുക, അതാണ് ലേ ഓഫ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ലേ ഓഫ്സ് എന്തെങ്കിലും വരിക, അല്ലെങ്കിൽ മെർജസ്, ചിലപ്പോൾ എന്തെങ്കിലും മെർജിങ് ആയിരിക്കാം. അപ്പൊ ഭാവിയിൽ വലിയ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒന്നോ രണ്ടോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ചിലപ്പോൾ പരസ്പരം മെർജ് ചെയ്ത് ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ മാറ്റാം. അപ്പൊ നിലവിൽ നടപ്പിലാക്കുന്നതാവില്ല, ഭാവിയിൽ ചിലപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന തീരുമാനങ്ങളായിരിക്കും കേട്ടോ. അതുപോലെ കീ ഡിസിഷൻ, മറ്റെന്തെങ്കിലും തീരുമാനങ്ങള്, അതുപോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ സ്കീംസ് ഓർ ന്യൂ വേസ് ഓഫ് വർക്കിംഗ്. അപ്പൊ പുതിയ എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഒരു എന്താ പറയാ വർക്കിംഗ് ഫെസിലിറ്റി കൊണ്ടുവരാം. അപ്പൊ നമുക്കറിയാലോ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളിലൂടെയൊക്കെ വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ആവാം. ഓക്കെ, എന്ത് കാര്യങ്ങളും ആവാം. അപ്പൊ അതിപ്പോ നിലവിൽ നടപ്പിലാക്കുന്നതല്ല, ഭാവിയിൽ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ കൂടിയും ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? അത്തരം തീരുമാനങ്ങൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം? എംപ്ലോയീസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കാം. If the employees are aware about the proposed actions, then they will understand the consequences of the management actions, which in turn will lead to less number of grievances. അപ്പോ ഈ എംപ്ലോയീസ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളെ പറ്റിയിട്ട് അറിയുന്നതിലൂടെ അവർക്ക് ഈ മാനേജ്മെന്റിന്റെ ആക്ഷൻസിന്റെ കോൺസിക്വൻസസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അതിന്റെ അനന്തര ഫലങ്ങൾ, അതിന്റെ റിസൾട്ട് എന്തായിരുന്നു അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് അവർക്ക് തയ്യാറെടുപ്പുകൾ നടത്താനും സാധിക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് കുറേയൊക്കെ പരാതികളുടെ എണ്ണം നമ്മളെ കുറയ്ക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ മാനേജ്മെന്റ് എടുക്കുന്ന എന്ത് തീരുമാനങ്ങളായിക്കോട്ടെ, അത് നിലവിൽ നടപ്പാക്കാനുള്ളതാണെങ്കിലും ഭാവിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ കൂടിയും അത് മാനേജ്മെന്റ് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം? എംപ്ലോയീസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഗ്രീവൻസസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ,
അഞ്ചാമത്തെ കാര്യം പറയുന്നത് വെച്ചാൽ സൂപ്പർവൈസറി പ്രാക്ടീസസ് ആണ്. എന്താണ് സൂപ്പർവൈസറി പ്രാക്ടീസസ്? നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്നുള്ള രീതിയിലുള്ള സംഭവം തന്നെയാണ് സൂപ്പർവൈസറി പ്രാക്ടീസസ്. നോക്കുക, faulty supervisory style such as lack of consistent application of personal policies, biases in applying rules and decisions, etc. can create a pressure on employees and could lead to grievances. ഇപ്പൊ നമുക്കറിയാം സൂപ്പർവൈസറി റോളുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന മാനേജേഴ്സ് മറ്റുള്ളവരുണ്ടാവും. അവർ ശരിയായ രീതിയിൽ സൂപ്പർവൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോൾട്ടി സൂപ്പർവൈസറി സ്റ്റൈലാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പേഴ്സണൽ പോളിസികൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പോളിസികൾ ശരിയായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കാതിരിക്കാം, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെ നടപ്പിലാക്കുമ്പോൾ അതിലൊരു എന്താണ് പക്ഷപാതം കാണിക്കുക, അല്ലെ? അപ്പൊ അതൊക്കെ പറഞ്ഞ ഫാൾട്ടി ആയിട്ടുള്ള സൂപ്പർവൈസറി സ്റ്റൈലാണ്, അല്ലെ? തെറ്റായ രീതിയിൽ സൂപ്പർവൈസ് ചെയ്യാം, അല്ലെ? ശരിയായ രീതിയിൽ പോളിസികൾ നടപ്പിലാക്കാതിരിക്കാം, ഈ പോളിസികൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെ നടപ്പിലാക്കുമ്പോൾ അതിലെന്തെങ്കിലും ബയസ് കാണിക്കാം, അല്ലെ? പക്ഷപാതപരമായിട്ടുള്ള ഒരു നിലപാടുകൾ എടുക്കാം. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ ഇടയിൽ പല വിധത്തിലുള്ള പ്രശ്നമുണ്ടാകും. ആ പ്രശ്നമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, ഒരു ഗ്രീവൻസ് ആയിട്ട് മാറുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുക, സെറ്റിംഗ് അപ്പ് ചാലഞ്ചിങ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടാസ്ക് വിതൗട്ട് കൺസൾട്ടിംഗ് ദ സ്റ്റാഫ് മെമ്പേഴ്സ് ക്യാൻ ബിൽഡ് ദ പ്രഷർ ആൻഡ് കോസ് ദ ഗ്രീവൻസ്. ഇപ്പൊ നമ്മള് ഒരു എന്താ പറയാ, ഒരു ഗ്രൂപ്പ് ടാസ്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പേഴ്സണൽ ടാസ്ക് തന്നെ കൊടുക്കാന്ന് വിചാരിക്കും. ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് കൊടുക്കുകയാണ്, അവരായിട്ടൊന്നും ആലോചിക്കാതെ, സ്റ്റാഫുകളായിട്ടൊന്നും ആലോചിക്കാതെ അവർക്ക് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ടാസ്ക് കൊടുക്കുകയെന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് അവർക്ക് അത് കിട്ടുമ്പോൾ ഇതുണ്ടാവും, ഒരു പ്രഷർ ഉണ്ടായിരിക്കും, അല്ലെ? പ്രഷർ ഉണ്ടാവും, അതിലേക്ക് നയിക്കാം, ഗ്രീവൻസിലൂടെ നയിക്കാം. അതേസമയം നമ്മൾ അവരായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് നമ്മളൊരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ അത്രയും പ്രശ്നമില്ല. പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ടാസ്ക് ഒക്കെ എടുത്ത് കൊടുക്കുക, അവരായിട്ട് യാതൊരു ഡിസ്കഷൻ നടത്താതെ അങ്ങനെ കൊടുക്കുന്ന സമയത്തൊക്കെ അവർക്ക് അതൊരു പ്രഷർ ഉണ്ടാക്കുന്നതൊരു ഗ്രീവൻസ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായ പോയിന്റ്? അതാണ് മാനേജ്മെന്റ് പ്രാക്ടീസസിന്റെ രണ്ട് കാര്യങ്ങളാണ് ഇത്രയും നമ്മൾ പറഞ്ഞു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി 5 പോയിന്റുകൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റിലോട്ട് കടക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഗ്രീവൻസസ് റിസൾട്ടിംഗ് ഫ്രം ദ പേഴ്സണൽ മാനേജ്മെന്റ്. നേരത്തെ പറഞ്ഞു, അല്ലെ? പേഴ്സണൽ ഇഷ്യൂസ് മൂലം ഉണ്ടാകുന്ന ഗ്രീവൻസ്. Various personal maladjustment factors that can lead to grievances which are exposed. അതായത് ഒരു വ്യക്തിക്ക് അവരുടെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് മൂലമോ പേഴ്സണൽ സ്ട്രെസ് മൂലമോ ഉണ്ടാകുന്ന ഗ്രീവൻസസ് ആണ് പറയുന്നത്. അതിനടുത്ത് 3 പോയിന്റുകളാണ് പറയുന്നത്. ഒന്ന്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി, എംപ്ലോയിയുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം. അതുപോലെ തന്നെ രണ്ടാമത്തത് ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ഹെൽത്ത് പ്രോബ്ലംസ്. അതുപോലെ തന്നെ ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻസ്, കേട്ടോ, പ്രായോഗികമല്ലാത്ത ചില പ്രതീക്ഷകൾ. അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് മുന്നോട്ട് വെക്കുന്നതാണ് ഓരോ പ്രതീക്ഷകൾ, അല്ലെ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി, അല്ലെ? നോക്കുക, ഇറ്റ് ഹാസ് ബീൻ നോട്ടഡ് ദാറ്റ് എംപ്ലോയീസ് ഹാവിംഗ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് complain frequently and are careless, casual and inconsiderate of others. They agitate others to join them and give rise to unnecessary grievances. അതായത് ഇപ്പൊ നമുക്കറിയാം, ആളുകൾക്ക് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് ബിഹേവിയറും പല തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലെ? ചിലവരെല്ലാത്തിനും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ കാണുന്ന ആൾക്കാരുണ്ട്,
ഉണ്ടാവാം, എന്ത് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ടാവാം, ചിലവർ എന്ത് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളുണ്ട്, അതിന്റെ ഇടയിലുള്ള ആളുകളും പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് അല്ലെ. പ്രത്യേകിച്ച് ഒരു എംപ്ലോയിയുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു എംപ്ലോയി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും പരാതികളായിരിക്കും, പരാതികൾ ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല, എപ്പോഴും പരാതികളായിരിക്കും. അവർ വളരെ കെയർലെസ് ആയിരിക്കും, വളരെ കാഷ്വൽ ആയിരിക്കും, മറ്റുള്ള ആളുകളെ പരിഗണിക്കില്ല. ഓക്കെ, അത് മാത്രമല്ല മറ്റുള്ള ആളുകളെ കൂടെ അവർ എന്തെങ്കിലും പ്രേരിപ്പിക്കും അല്ലെ, ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പകർന്നു കൊടുക്കാൻ, ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് അവരെ മറ്റുള്ള ആളുകളെ അവരെന്ത് ചെയ്യും, അവരെ അതിനെ പ്രേരിപ്പിക്കും അല്ലെ. അപ്പൊ അത് ഈ പറയുന്ന പോലെ അനാവശ്യമായിട്ടുള്ള പല ഗ്രീവൻസിലോട്ട് നയിച്ചേക്കാം അല്ലെ. അത് ഓരോ എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളെല്ലാം പോസിറ്റീവായിട്ട് കണ്ട് മുന്നിൽ പോകും. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണെങ്കിൽ മറ്റുള്ളവരെ കൂടെ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ആവാൻ അവരെ പ്രേരിപ്പിക്കുക മാത്രമല്ല അത് അനാവശ്യമായിട്ടുള്ള പല ഗ്രീവൻസിലോട്ട് നയിക്കും. അത്രയേ ഉള്ളൂ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി. രണ്ടാമത് പറയുന്നത് ഹെൽത്ത് പ്രോബ്ലംസ് ആണ്, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ ഒരു എംപ്ലോയി അവർ എത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തിങ്കിങ് ആയിരിക്കും, പക്ഷെ അവർക്ക് എന്തെങ്കിലും അനാരോഗ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് അതിനുള്ള മനസ്സുണ്ടാവും, നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, നല്ല ഔട്ട്കം ഉണ്ടാക്കണം, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് മൂലം അവർക്ക് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. ഓക്കെ, നമ്മൾ പറയുന്നത് employees suffering from health issues like depression, mental tension may find an outlet by airing their grievances. When a person is already tense due to ill health, minor concerns take the form of grievance. ഇനി ഡിപ്രഷൻ, വിഷാദം അല്ലെങ്കിൽ മെന്റൽ ടെൻഷൻ പോലെയുള്ള അനാരോഗ്യം അല്ലെ, അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർ കൂടുതലും അവരുടെ ഗ്രീവൻസസ് തുറന്നു പറയുന്നതിലൂടെയാണ് അവർക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടായിരിക്കും. അവർ പരാതി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ ഒരു സ്വന്തം ഒരു എന്താ പറയാ ഇതിന് വേണ്ടിയിട്ടാണ് അല്ലെ, ഒരു ഇമോഷണൽ റിലീസിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്. അപ്പോ ഓൾറെഡി ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ കൂടി അതൊരു വലിയ ഗ്രീവൻസ് ആയിട്ട് മാറാനായിട്ട് കാരണമാവുക. ചെറിയ പ്രശ്നം ഉണ്ടാവുള്ളൂ, പക്ഷെ അത് ഓൾറെഡി ടെൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. കാരണം ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോ അല്ലെ, ഹെൽത്തിന് ഇഷ്യൂസ് വരുമ്പോ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, മാനസികമായിട്ടും ഇഷ്യൂസ് വരും അല്ലെ. അപ്പൊ അങ്ങനെ ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ കൂടി അതൊരു വലിയ ഗ്രീവൻസിലോട്ട് നയിക്കാനായിട്ട് അത് കാരണമാകും കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്, ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻസ് ആണ്, പ്രായോഗികമല്ലാത്ത ചില പ്രതീക്ഷകൾ. നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യം ആരിൽ നിന്നും ഒന്ന് എക്സ്പെക്ട് ചെയ്യാണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലെ. എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്, കാര്യം എക്സ്പെക്ട് ചെയ്ത പോലെ അവരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കതൊരു ഗ്രീവൻസ് ആയിട്ട് ഉള്ളിൽ കിടക്കും അല്ലെ. അത് തന്നെയാണ് അവിടെ പറയുന്നത്, അത് പ്രായോഗികമല്ലാത്ത ചില എന്താണ് എക്സ്പെക്ടേഷൻസ്. നോക്കാം, in the organization, employees having high esteem often develop overconfidence and are over-ambitious. These traits are the main causes of grievance. ഒരു ഓർഗനൈസേഷന് ഹൈ എസ്റ്റീംഡ് ആയിട്ടുള്ള ആളുകൾ എന്നുവെച്ചാൽ നല്ല നല്ല ഹൈ എസ്റ്റീം നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, അവർ ഓവർ അംബീഷ്യസ് ആയിരിക്കും, നല്ലൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. സ്വാഭാവികമാണ് അവർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, അവർ ഓവർ അംബീഷ്യസ് ആയിട്ട് ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് പലതും കിട്ടുമെന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷൻസോട് കൂടിയിട്ടായിരിക്കാം അവര് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളും എന്തിന് കാരണമാവുന്നുണ്ട്, ഗ്രീവൻസിന് കാരണമാവുന്നുണ്ട്. കാര്യം അത്തരം എക്സ്പെക്ടേഷൻസ് ഒരിക്കലും നമുക്ക് ചിലപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല, ഇംപ്രാക്ടിക്കൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതും എന്തിലേക്ക് നയിക്കാമെന്നാണ് പറയുന്നത്, ഗ്രീവൻസിലൂടെ നയിക്കാമെന്നാണ് പറയുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഗ്രീവൻസസ് റിസൾട്ട് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ, മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നതാണ് വർക്കിംഗ് കണ്ടീഷൻസ്. അറിയാലോ, തൊഴിൽ സാഹചര്യങ്ങളിൽ നിന്നും ഈ പറയുന്ന പോലെ നമുക്ക് ഗ്രീവൻസസുകൾ ഉണ്ടാവാൻ ഇഷ്ടം പോലെ കാരണങ്ങളുണ്ടാവും. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. Employees may be distressed due to the following reasons, that is related to working conditions. വർക്കിംഗ് കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ പറയുന്ന എംപ്ലോയീസിന് ഉണ്ടാവാം ഗ്രീവൻസസ് ഉണ്ടാവാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, റിജിഡ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്
കർശനമായിട്ടുള്ള പ്രൊഡക്ഷൻ മാനദണ്ഡങ്ങൾ. കർശനമായിട്ടുള്ള ചില ആളുകൾക്ക് ചില സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ടാർജറ്റ് ഒക്കെ കൊടുക്കും, ഇത്ര ടാർജറ്റ് അച്ചീവ് ചെയ്യണം, ഇത്ര ടാർജറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്യൂസ് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചില കർശനമായിട്ടുള്ള പ്രൊഡക്ഷൻ മാനദണ്ഡങ്ങൾ അത് അവർക്ക് സ്ട്രെസ് ഉണ്ട് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ മിസ്മാച്ച് ഓഫ് ദ സ്കിൽസ് ഓഫ് ദ വർക്കർ ആൻഡ് ദ റിക്വയർമെന്റ് ഓഫ് ദ ജോബ്. അതുപോലെ ഒരു ജോലിയുടെ റിക്വയർമെന്റും അതിനാവശ്യമായിട്ടുള്ള സ്കില്ലുകളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ. ഒരാൾക്ക് ഒരു ജോലി നമ്മൾ കൊടുക്കുകയാണ്, പ്രത്യേക ഒരു ജോബ് റോളിലേക്ക് അവർ അസൈൻ ചെയ്യണം. പക്ഷെ ആ ജോലി വേണ്ടത്ര നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സ്കിൽ അയാൾക്ക് ഇല്ലാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. അതാണ് അവിടെ പറഞ്ഞത്. ഒരു ജോബിന്റെ റിക്വയർമെന്റും അതിനാവശ്യമായിട്ടുള്ള വർക്കറുടെ സ്കില്ലുകളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആ ജോലി നന്നായിട്ട് ചെയ്യാനുള്ള ഒരു സ്കിൽ അയാൾക്ക് ഉണ്ടാവണം. അതില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു കൺസേൺ ആയിട്ട് മാറും, ഡിപ്പെൻഡൻസ് ആയിട്ട് മാറും. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ടൂൾസ്, മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ് ടു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എ ഗിവൻ ടാസ്ക്. അതായത് ഒരു ടാസ്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടൂൾസുകള്, എക്യുപ്മെന്റ്സുകള്, മെഷീൻസുകളുടെ അഭാവം അല്ലെ. ഒരു ജോലി നമുക്ക് ചെയ്യണമെങ്കിൽ ആ ജോലി ചെയ്യാൻ അതിനാവശ്യമായിട്ടുള്ള ടൂൾസും മറ്റുള്ള എക്യുപ്മെന്റ്സ്, മെഷീൻസ് അവിടെ ഉണ്ടാവണം. അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ടാസ്ക് ഒരു കാരണവശാലും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതൊക്കെ വർക്കിംഗ് കണ്ടീഷൻസിൽ വരുന്ന പോരായ്മകളാണ്. ഓക്കെ, അത് എന്തിലേക്ക് നയിക്കാം? ഗ്രീവൻസിലോട്ട് നയിക്കാം. പിന്നെ വരുന്നത് ചേഞ്ചസ് ഇൻ വർക്ക് അവേഴ്സ് ഓർ ടെക്നിക്സ്. ഈ പറയുന്ന ജോലി സമയങ്ങളിലും സാങ്കേതിക വിദ്യകളിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെ. ഇപ്പൊ ജോലി സമയങ്ങളിൽ മാറ്റങ്ങൾ വന്നു, അത് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാം. അതുപോലെ ടെക്നിക്സുകള്, നമുക്കറിയാലോ ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ചും പുതിയ പുതിയ ടെക്നോളജികളും ട്രെൻഡുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ കൂടുതലും സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും മറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് പല ജോലികളും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കുകളില്, ടെക്നോളജികളിൽ വരുന്ന, സാങ്കേതിക വിദ്യകളിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സിൽ വരുന്ന ചേഞ്ചസുകള്, അതും എന്താണ് ഈ പറയുന്ന ഗ്രീവൻസസിന് ഇടവരുന്നത്. പിന്നെ വരുന്നത് പുവർ റാപ്പോർട്ട് വിത്ത് സൂപ്പർവൈസർ. റാപ്പോർട്ട് എന്ന് വെച്ചാൽ ബന്ധം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പുവർ റാപ്പോർട്ട് വിത്ത് സൂപ്പർവൈസർ. സൂപ്പർവൈസേഴ്സ് മാനേജ്മെന്റുമായിട്ട് അല്ലെ, അവിടുത്തെ സൂപ്പർവൈസേഴ്സ് മാനേജേഴ്സുമായിട്ട് വരുന്ന മോശം ബന്ധങ്ങള് അല്ലെ, അവരുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിലും എന്താവാം, ഗ്രീവൻസസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ബാഡ് കണ്ടീഷൻസ് ഓഫ് വർക്ക് പ്ലേസ്, like unavailability of drinking water, damaged workstations, inadequate sanitation facilities, etc. അതുപോലെ തന്നെ ജോലി സാഹചര്യം, ജോലി സ്ഥലത്തുണ്ടാകുന്ന ചില എന്താണ് ഫെസിലിറ്റികളുടെ അഭാവം അല്ലെ. എങ്ങനെയുള്ള ഫെസിലിറ്റിയാണ് നോക്കിയേ? അൺഅവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളത്തിന്റെ ലഭ്യത കുറവ്, അല്ലെങ്കിൽ ഡാമേജ്ഡ് വർക്ക് സ്റ്റേഷൻസ്, അവിടെ വളരെ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള ടൂൾസ്, എക്യുപ്മെന്റ്സുകൾ അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, വേണ്ടത്ര ശുചിത്വമില്ലായ്മകള് അല്ലെ. ഇന്നിപ്പോ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലായിടത്തും നല്ല സെറ്റപ്പിൽ തന്നെയാണ് അല്ലെ. പണ്ടത്തെ പോലെ ഒന്നും, പണ്ടത്തെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവും അല്ലെ, കുടിവെള്ളം ഉണ്ടാവില്ല, ചിലപ്പോൾ നല്ലൊരു ശുചിത്വ സൗകര്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഇന്നിപ്പോ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതെ കൂടുതൽ കുറവാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്താണ് ബാഡ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഇതിലൂടെ നയിക്കാം, ഗ്രീവൻസിലൂടെ നയിക്കാം. പിന്നെ വരുന്നത് പുവർ ഡിസിപ്ലിനറി സിസ്റ്റം ആണ്, മോശം അച്ചടക്ക സംവിധാനങ്ങള്. ദാറ്റ് മീൻസ് ടൂ മച്ച് ഓർ ടു ലെസ് ഡിസിപ്ലിൻ ബോത്ത് ആർ ഈക്വലി ഹാർംഫുൾ ആണ് കേട്ടോ. അതായത് അച്ചടക്ക നടപടികളുടെ, ഈ പറയുന്ന അച്ചടക്ക സംവിധാനങ്ങളുടെ ഒരു മോശമായിട്ടുള്ള അച്ചടക്ക സംവിധാനം. ഇപ്പൊ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ എംപ്ലോയീസ് പ്രവർത്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ചില പെരുമാറ്റച്ചട്ടങ്ങൾ കൊണ്ടുവരും. ആ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചിട്ടാണ് അവിടുത്തെ എംപ്ലോയീസ് വർക്ക് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനുള്ള ഡിസിപ്ലിൻ പോളിസികളൊക്കെ നടപ്പിലാക്കുന്നത്. അപ്പൊ ഡിസിപ്ലിനറി സിസ്റ്റം മോശമാണെങ്കിലും അവിടെ പ്രശ്നങ്ങൾ വരും. പ്രശ്നങ്ങൾ എന്തായാലും മാറും, ഗ്രീവൻസസ് ആയിട്ട് മാറും. അപ്പൊ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ടൂ മച്ച് ഓർ ടൂ ലെസ് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻ അടിച്ചേൽപ്പിക്കാം. ടൂ മച്ച് ആയാലും കുഴപ്പമാണ്, ടൂ ലെസ് ആയാലും കുഴപ്പമാണ് അല്ലെ. അതിന്റെ ഇടയിലായിട്ട് പോകണം അല്ലെ. ഇത് ഈ അച്ചടക്ക നടപടികൾ എന്ന് പറയുന്നത് ഓവർ ആവാനും പാടില്ല, തീരെ താഴ്ന്നു പോകാനും പാടില്ല. അതിന്റെ ഇടയിലായിട്ട് പോവുകയാണെങ്കിൽ പ്രശ്നം. ഓക്കെ, ഇത്രയുമാണ് വർക്കിംഗ് കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗ്രീവൻസസ്. മനസ്സിലായോ? നമ്മൾ പഠിച്ചത് സോഴ്സസ് ആണ്.
ഓക്കെ, പ്രധാനപ്പെട്ട 3 സോഴ്സുകളാണ്. ഒന്ന് മാനേജ്മെന്റ് പ്രാക്ടീസസ്, രണ്ടാമത്തേത് ഗ്രീവൻസസ് ഫോർ ദ പേഴ്സണൽ മാനേജ്മെന്റ്, വർക്കിംഗ് കണ്ടീഷൻസ്. അതിന്റെ സബ് ഡിവിഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഒന്ന് വായിച്ചു നമുക്ക് ജസ്റ്റ്, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക് പറയാം. ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. എന്താണ് ഫസ്റ്റ് വൺ, സെവൻത്ത് വൺ ഒന്നുകൂടെ പറയാമോ? ഓക്കെ, ഫസ്റ്റ് വൺ അല്ലേ? ഏതാണ്? മാനേജ്മെന്റ് പ്രാക്ടീസസിന്റെയാണോ ചോദിച്ചത്? റിച്ചിട്ടോ, എന്താണ് ചോദിച്ചത്? മാനേജ്മെന്റ് സ്റ്റൈലിന്റെയാണോ ചോദിച്ചത്? അതിൽ 7ാമത്തെ പോയിന്റിൽ 5 പോയിന്റ് വരുന്നുള്ളൂ കേട്ടോ. വർക്കിംഗ് കണ്ടീഷൻ ആണോ പറഞ്ഞത്? ഓക്കെ. വർക്കിംഗ് കണ്ടീഷനിൽ 7ാമത്തെ പോയിന്റ് ആണോ? 7ാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? പുവർ ഡിസിപ്ലിനറി സിസ്റ്റം, മോശമായിട്ടുള്ള അച്ചടക്ക സംവിധാനങ്ങൾ. അതായത് അച്ചടക്ക സംവിധാനങ്ങൾ ഓവർ ആവാനും പാടില്ല, കുറയാനും പാടില്ല. അത്യാവശ്യം ഒരു മിതമായിട്ടുള്ള രീതിയിലായിരിക്കണം അച്ചടക്ക സംവിധാനങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. ഓവറായിട്ട് നമ്മൾ ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രീവൻസസിലെ കാരണമാവും. ഇനി ഒട്ടും ഇല്ലാതായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. റാപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ബന്ധം എന്നാണ് കേട്ടോ. സൗഹൃദം നമ്മൾ പറയും, നല്ലൊരു റാപ്പോർട്ട് എന്ന് പറയും. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ നല്ലൊരു റാപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും നിങ്ങളും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ആരാണ്? അജിറ്റേറ്റ്. അജിറ്റേറ്റ് എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രേരിപ്പിക്കുക, അജിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ പ്രേരിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ചില ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും നല്ല റാപ്പോർട്ട് ഉണ്ടെന്ന് പറയും. നല്ല റാപ്പോർട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ നല്ലൊരു എന്താണ്, ഒരു റിലേഷൻ ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കേട്ടോ. റിജിഡ് പ്രൊഡക്ഷൻ ആണോ? റിജിഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കർശനമായിട്ടുള്ള ഉത്പാദന മാനദണ്ഡങ്ങള്. നമ്മളിപ്പോ ചില സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചില ടാർജറ്റ് ഒക്കെ അച്ചീവ് ചെയ്യേണ്ട, ഇത്ര ടാർജറ്റ്, ഇത്ര ഈ ഒരു മാസം ഇത്ര ടാർജറ്റ് വരെ അച്ചീവ് ചെയ്യണം എന്നൊരു കർശനമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കൊടുക്കുകയെന്ന് വെച്ചാൽ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ നമ്മൾ കഷ്ടപ്പെടേണ്ടതായിരിക്കും അല്ലെ? അങ്ങനെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന സംഭവം. അതാണ് കർശനമായിട്ടുള്ള ഉത്പാദന മാനദണ്ഡങ്ങള്. നമ്മൾ കർശനമായിട്ടുള്ള ചില ടാർജറ്റുകൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു സ്ട്രെസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ളൊരു സ്ട്രെസ് അവർക്ക് വരും. അത് ഗ്രീവൻസസിലൂടെ. മാനേജ്മെന്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്ത് 2 ടൈപ്പ് സ്റ്റൈൽ ഉണ്ടെന്നുണ്ട്. ഓട്ടോക്രാറ്റിക് സ്റ്റൈലുണ്ട്, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലുണ്ട്. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ മാനേജേഴ്സ് അവരുടെ ഡിസിഷൻസ് എടുക്കുന്നുണ്ട്, വേറെ ആരുമായിട്ട് ആലോചിക്കുന്നില്ല. അവർ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു, അത് നടക്കുന്നു. ആ ഒരു സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ഒരിക്കലും ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നു. പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ മാനേജേഴ്സ് മറ്റുള്ള സബോർഡിനേറ്റ് സ്റ്റാഫുകളുമായിട്ട് സഹകരിച്ച് അവരുമായിട്ട് കൂടി ആലോചിച്ചിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. അതാണ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ. അതാണ് കുറെ കൂടെ ബെറ്റർ ആയിട്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. അത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇഫക്ട്സ് ഓഫ് ഗ്രീവൻസസ് ആണ്. ഇങ്ങനെ ഗ്രീവൻസസിന്റെ ഇഫക്റ്റുകള്, അതിന്റെ കോൺസിക്വൻസുകൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള പരാതികൾ വന്നു കഴിഞ്ഞാൽ, ഗ്രീവൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് എന്താണ്, അതിന്റെ റിസൾട്ട് എന്താണ്? ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഗ്രീവൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഡക്ഷൻ അത് എഫക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഉത്പാദനത്തിന് അത് എഫക്ട് ചെയ്യുന്നുണ്ട്, അവിടുത്തെ എംപ്ലോയീസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ അവിടുത്തെ മാനേജേഴ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അത് ബാധിക്കും. ഒരു ഗ്രീവൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇത്തരം ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്, മാനേജേഴ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ. The adverse effect on production ആണ്.
ഒരു പ്രൊഡക്ഷനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രീവൻസസ് മൂലം ഒരു പ്രൊഡക്ഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഡിക്ലൈൻ ഇൻ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന്റെ ക്വാളിറ്റിയിൽ കുറവ് സംഭവിക്കും അല്ലെ. അതായത് നല്ല ക്വാളിറ്റിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പല കാര്യങ്ങളിലും ആ ക്വാളിറ്റി അവിടെ കുറയും. കാരണം ഗ്രീവൻസസ് ഉണ്ടാകും അല്ലെ. ഈ പറയുന്ന എംപ്ലോയീസിന്റെ ഉള്ളില് ഒരു അതിർത്തി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അവരാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരുടെ വർക്കില് അവരുടെ പ്രൊഡക്ടിവിറ്റിനെ അത് ബാധിക്കും. അവരുടെ പ്രൊഡക്ടിവിറ്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷന്റെ ക്വാളിറ്റിയില് അത് കുറഞ്ഞു അല്ലെ. ഗുണമേന്മയിൽ കുറവ് വരും. പിന്നെന്താണ്, ഡിക്രീസ് ഇൻ ക്വാളിറ്റി ഓഫ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി. കൂടാതെ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റിയും അത് കുറയ്ക്കും അല്ലെ. എംപ്ലോയീസിന്റെ ഉത്പാദനക്ഷമതയെ കുറയ്ക്കും. കാര്യം നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുമെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അവിടെ കുറയാണ്. ഓക്കെ, നമ്മുടെ ഉത്പാദനക്ഷമത അവിടെ കുറയും. പിന്നെന്താണ്, ഇൻക്രീസ് ഇൻ ദ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ, സ്പോയിലേജ് ഓർ ലീക്കേജ് ഓഫ് മെഷീനറി. അതുപോലെ തന്നെ മെറ്റീരിയൽസുകൾ കൂടുതൽ പാഴാക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ പറയുന്ന മെഷീനറീസുകൾക്ക് കേടുപാടുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. അതിലൂടെ ഉൽപാദന ചെലവ് കൂടും. എന്തുകൂടും? ഉൽപാദന ചെലവ് കൂടും അല്ലെ. പ്രൊഡക്ഷനെയൊക്കെ അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും. എംപ്ലോയീസ് എപ്പോഴും എന്തായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അവരുടെ ഇടയിൽ ഒരു അതിർത്തി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അവര് ഡിസാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ എന്തിനെ ബാധിക്കും? പ്രൊഡക്ഷനെ ബാധിക്കും അല്ലെ. ഇത്രയേ ഉള്ളൂ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എംപ്ലോയീസ് കേട്ടോ. എംപ്ലോയീസിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് നോക്കാം. ദ ഗ്രീവൻസസ് ഓഫ് എംപ്ലോയീസ് ഇഫ് അൺനോട്ടീസ്ഡ്. ഇപ്പൊ എംപ്ലോയീസിന്റെ ഗ്രീവൻസ് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, നോട്ടീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസുകൾ വരാം? ഒന്നാമത്തത്, ഇൻക്രീസ് ആബ്സെന്റീസം ആൻഡ് ടേൺ ഓവർ റേറ്റ്. എന്താണ് ഇൻക്രീസ്? ആബ്സെന്റീസം ആൻഡ് ടേൺ ഓവർ റേറ്റ് അല്ലെ. എംപ്ലോയീസ് എന്ത് ചെയ്യാൻ തുടങ്ങും? അവര് ആബ്സെന്റ് ആവാൻ തുടങ്ങും അല്ലെ. അവര് എംപ്ലോയീസ് എന്ത് ചെയ്യില്ല, ജോലിക്ക് വരാനുള്ള ആ ഒരു അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും അല്ലെ. അത് മാത്രമല്ല ടേൺ ഓവർ റേറ്റ് കൂടും. ടേൺ ഓവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയീസ് അവരുടെ ജോലി മതിയാക്കി ജോലി ടെർമിനേറ്റ് ചെയ്ത് ജോലി വേണ്ടാന്ന് വെച്ച് പോവില്ലേ, അതിന്റെ നിരക്ക് വർദ്ധിക്കും. കാര്യം അവര് തൃപ്തരല്ല. അവര് തൃപ്തരാവാതെ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല വർക്ക് ചെയ്യാൻ അല്ലെ. അവര് വരാതായി തുടങ്ങും. അവര് ആ ജോലി മതിയാക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, പിന്നെന്താണ്? ലോവർ ദ കമ്മിറ്റ്മെന്റ് ലെവൽ, ഓണസ്റ്റി ആൻഡ് ഡിസിപ്ലിൻ. അതുപോലെ തന്നെ എംപ്ലോയീസിന് അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് കുറയും. അവരുടെ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു സ്ഥാപനവുമായിട്ടുള്ള അവരുടെ ഒരു പ്രതിജ്ഞാബദ്ധത അല്ലെ, ഒരു കമ്മിറ്റ്മെന്റ് ലെവൽ അവിടെ കുറയും. അതുപോലെ അവരുടെ സത്യസന്ധത കുറയും. അവരുടെ അക്ഷര കൊണ്ട് കുറയാനായിട്ട് തുടങ്ങും. ഓക്കെ, അതുപോലെ തന്നെ ഇൻക്രീസ് ദ ചാൻസസ് ഓഫ് ആക്സിഡന്റ്. അപകടത്തിനുള്ള സാധ്യത അവിടെ വർദ്ധിക്കും. ഇൻക്രീസ് ദ ചാൻസസ് ഓഫ് ആക്സിഡൻസ്. വരുന്നത് ലോ എംപ്ലോയി മൊറാലെ. ലോ എംപ്ലോയി മൊറാലെ എന്ന് വെച്ചാല് എംപ്ലോയീസിന്റെ മനോവീര്യം കൊണ്ട് കുറയും. അവരുടെ കോൺഫിഡൻസ് കുറയും. എന്ത് ചെയ്യില്ല, അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അവർക്ക് യാതൊരു മോട്ടിവേഷനും ലഭിക്കുന്നില്ല. അവർക്ക് ഗ്രീവൻസസ് ഉണ്ടായിട്ട് അതൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താവും? അവർക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും അല്ലെ. അതാണ് പറഞ്ഞ ലോ എംപ്ലോയി മൊറാലെ. അവരുടെ മനോവീര്യം ഇത് നശിപ്പിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, വരുന്നത് മാനേജേഴ്സ് കേട്ടോ. മാനേജേഴ്സിന് ഇങ്ങനെയാണത്. മാനേജറിയൽ ഗ്രീവൻസസ്. ഒരു മാനേജറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഗ്രീവൻസസിൽ എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത് നോക്കാം കേട്ടോ. എങ്ങനെ ആക്സിഡന്റ് ഉണ്ടാകും? അഭിലാഷം ഒന്ന് ആലോചിച്ചോക്കെ, എങ്ങനെയൊക്കെ ആക്സിഡന്റ് ഉണ്ടാവാം? ആക്സിഡന്റ് തന്നെ വണ്ടി ഇടിച്ചിട്ടുണ്ടാകുന്ന ആക്സിഡന്റ് ഇല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അപകട സാധ്യത വർദ്ധിക്കും. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ചിലവർക്ക് ജോലിയിൽ പ്രഷർ കൂടിക്കഴിഞ്ഞാല് ചിലവർ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടിട്ടില്ലേ? പ്രത്യേകിച്ച് നമ്മള് ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ? പ്രത്യേകിച്ച് പോലീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെ, മാനസികമായിട്ടുള്ള സമ്മർദ്ദമൊക്കെ വരുമ്പോ ചിലപ്പോ അവര് അപകടങ്ങളിലേക്ക് ചെന്നുപെടാം. സ്ട്രെസ് അല്ലെ, വർക്കിന്റെ പ്രഷർ കൊണ്ട് മരിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് കുറച്ച് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. വർക്കിന്റെ പ്രഷർ വന്നാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് പല വിധത്തിലുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. ഇപ്പൊ ചിലർക്ക് ജോലി ഉപേക്ഷിക്കാനും പറ്റില്ല, എന്നാൽ പൈസ വേണം, അങ്ങനെയൊക്കെ ഉള്ള വരില്ലേ, സ്ട്രെസ് ഒക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ അപകടങ്ങൾ സംഭവിക്കാം. അതൊന്ന് ചിന്തിച്ചാൽ മതി. അടുത്തതാണ് മാനേജറിയൽ ഗ്രീവൻസസ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ദ ഫോളോയിങ്. ഇനി മാനേജറിയൽ ഗ്രീവൻസസ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മാനേജറിയൽ ഗ്രീവൻസ് എന്ന് വെച്ചാൽ മാനേജർ പദവിയിലൊക്കെ ഇരിക്കുന്ന
അല്ലെങ്കിൽ സൂപ്പർവൈസറി റോളുകൾ, അവിടെ നിന്നൊക്കെ വരുന്ന പരാതികൾ, അത്തരത്തിൽ അവിടെയും ഉണ്ടാവുന്ന അതൃപ്തികള്, അല്ലെ, പരാതിയിലല്ല അവിടെ എടുക്കണം, അതൃപ്തിയിൽ എടുക്കുക കേട്ടോ. മാനേജറിയൽ ഗ്രീവൻസുകളൊക്കെ ഇതുപോലെ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് അതുമൂലം ഉണ്ടാവുന്നത്. എന്തുണ്ടാവാൻ നോക്കി, നെഗറ്റീവ്ലി എഫക്ട്സ് ദ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻസ്. അതായത് ഈ പറയുന്ന സുപ്പീരിയേഴ്സും അവരുടെ സബോർഡിനേറ്റും കീഴ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള റിലേഷനെ അത് നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യാം, അല്ലെ. ഓക്കെ, നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യും. ഒരു മാനേജറിയൽ മാനേജേഴ്സിന് എന്തെങ്കിലും അതൃപ്തികൾ വന്നു കഴിഞ്ഞാൽ പല രീതിയിൽ അവരുടെ ഫ്രസ്ട്രേഷൻസ് എംപ്ലോയീസിൽ കാണിച്ചൂടെ. ഓക്കെ, അപ്പൊ പലതരത്തില് അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും. സോ നെഗറ്റീവ്ലി എഫക്ട്സ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻ കേട്ടോ. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻസിനെ അത് നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ഇൻഡിസിപ്ലിൻ കേസസ്, അല്ലെ, ഇൻഡിസിപ്ലിൻ കേസസ്, അച്ചടക്ക ലംഘന കേസുകളുടെ എണ്ണം വർദ്ധിക്കും, അല്ലെ, അച്ചടക്ക ലംഘന കേസുകളുടെ എണ്ണം വർദ്ധിക്കും. അപ്പൊ മാനേജേഴ്സ് അവരുടെ ഒരു സൂപ്പർവൈസറി, ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെ. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ആളുകൾക്ക് അത് എന്താണ്, എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർ ഭയങ്കര പ്രഷറൈസ്ഡ് ആവും. ചില ആളുകൾ അതിനെതിരെ പ്രതികരിക്കും. അപ്പൊ അച്ചടക്ക ലംഘന കേസുകളുടെ എണ്ണം അവിടെ വർദ്ധിക്കും, അല്ലെ. ഓക്കെ, പിന്നെന്താണ്, ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഡിസ്റ്റർബൻസ് ഓർ ടേർമോയിൽ, അല്ലെ. ഈ പറയുന്ന ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഗ്രീവൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഡിസ്റ്റർബൻസ്ഡ് ആയിട്ടുള്ള വളരെ ഡിസ്റ്റർബഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, ഇൻക്രീസസ് ദ ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ, കൺട്രോൾ ആൻഡ് ഫോളോ, അല്ലെ. അതുപോലെ സൂപ്പർവിഷൻ, കൺട്രോൾ, നിയന്ത്രണം, തുടർ നടപടികൾ, അതിന്റെയൊക്കെ വ്യാപ്തി വർദ്ധിക്കാൻ തുടങ്ങും, അല്ലെ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു സുപ്പീരിയർ ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, അവർക്കൊരു ഗ്രീവൻസസ് വന്നു കഴിഞ്ഞാല് അവർ പല രീതിയിലായിരിക്കും അത് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെ. അവരുടെ പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്ഷൻസുകളെല്ലാം തന്നെ പല രീതിയിൽ നെഗറ്റീവ് ആയിട്ട് ആളുകളെ ബാധിക്കാം. ചിലപ്പോൾ ആ ഒരു സൂപ്പർവിഷന്റെ ആ ഒരു എന്താ പറയുക ഡിഗ്രി കൂടും, അല്ലെങ്കിൽ കൺട്രോളിങ്ങിന്റെ ഡിഗ്രി കൂടും, ആളുകളെ നിയന്ത്രിക്കുന്നതിന്റെ ആ ഒരു വ്യാപ്തി കൂടും, തുടർ നടപടികൾ കൂടും, അല്ലെ. അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളോ. മനസ്സിലായോ പറഞ്ഞത്? ഇഫക്ട്സ് ഓഫ് ഗ്രീവൻസസ് ആണ്. അപ്പൊ അത് പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട്, എംപ്ലോയീസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, മാനേജേഴ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഗ്രീവൻസസും അതിന്റെ ഇഫക്റ്റും അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്, ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ആണ്. റിഡ്രസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, പരിഹരിക്കുക കേട്ടോ. അതായത് പരാതി പരിഹാര നടപടിക്രമങ്ങളെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ടേമോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്വസ്ഥത എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ, അസ്വസ്ഥത. ഓക്കെ, പ്രക്ഷുബ്ധത എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ നോക്കാം. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ അണ്ടർലൈൻ ചെയ്യാട്ട് അതൊരു ഡെഫിനേഷൻ ആണ് പറയുന്നത്. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ or grievance redressal procedure is the formal system for dealing with the employee grievances. അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് എംപ്ലോയീസിന്റെ ഗ്രീവൻസസുകള്, അവരുടെ ആശങ്കകള് അല്ലെങ്കിൽ അവരുടെ അതൃപ്തികള് അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔപചാരികമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന് പറയുന്നത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. ഓക്കെ, പരാതി പരിഹാര പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അത് വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് എംപ്ലോയീസിന്റെ ഗ്രീവൻസുകള് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഫോർമൽ സിസ്റ്റം, ഒരു ഔപചാരിക സംവിധാനത്തിനെയാണ് നമ്മൾ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. It involves several steps through which an affected employee can take his grievance to successively higher levels of management for the redressal. ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് സ്റ്റെപ്പുകൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് അതാണ്. ഓക്കെ, നിരവധി സ്റ്റെപ്പുകൾ വരുന്നുണ്ട്.
അപ്പോ ഏതൊരു ഹയർ ലെവൽ ഓഫ് മാനേജ്മെന്റ്, അതായത് എംപ്ലോയീസിൽ ഉണ്ടാവുന്ന ഏത് തരത്തിലുള്ള ഗ്രീവൻസിനും ഏത് തലത്തിൽ വരെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ചെറിയ ഗ്രീവൻസ് ആയിക്കോട്ടെ, ഇനി അത് വളർന്നു വലുതായി വലിയൊരു ഗ്രീവൻസ് സ്റ്റേജിലോട്ട് പോയാലും അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള ഒരു ഫോർമൽ സിസ്റ്റം അവിടെ ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നോക്കുക, ഇറ്റ് ഈസ് എ വാല്യൂബിൾ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മാനേജ്മെന്റ് ടു കീപ് എ ചെക്ക് ഓർ റിലവന്റ് അനലിറ്റിക്കൽ ഇൻഫർമേഷൻ അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ദ ഓർഗനൈസേഷൻസ് ഹെൽത്ത്. അതായത് ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് അത് ജീവനക്കാരുടെ പ്രശ്നങ്ങളെ തിരിച്ചറിയാനും അത് പരിഹരിക്കാനുമുള്ള ഒരു ഫോർമൽ സംവിധാനമാണ് കേട്ടോ. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ജീവനക്കാരുടെ ഹെൽത്ത് ആണ്. ഹെൽത്ത് ഇൻ ദ സെൻസ് ശാരീരികമായിട്ടുള്ള ഹെൽത്ത് എന്ന് അർത്ഥത്തിലല്ല, അവിടുത്തെ ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാൻ പവർ ആണ്, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു അസറ്റ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് കൊടുക്കുന്നതിലൂടെ ഓർഗനൈസേഷന്റെ ഹെൽത്ത് അവിടെ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും അല്ലെ. അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അവർക്ക് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് സാധിക്കും. A grievance handling procedure is essential in a large organization because the number of employees and the hierarchy levels are low. അതായത് വലിയ വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്തുകൊണ്ട് വലിയ ഓർഗനൈസേഷൻ അത്യാവശ്യമാണെന്ന് പറയാൻ കാരണം എന്താ അറിയോ? വലിയ ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും, ഒരുപാട് ജീവനക്കാരുണ്ടാവും, അതുപോലെ ഒരുപാട് ഹൈറാർക്കി ലെവൽസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ മാനേജേഴ്സിന് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ മോണിറ്റർ ചെയ്ത് പരിഹരിക്കാനായിട്ട് അവർ ഒരിക്കലും സാധിക്കില്ല. കാരണം വലിയ ഓർഗനൈസേഷൻ ആണ്, ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, ഒരുപാട് ഹൈറാർക്കി ലെവൽസ് ഒക്കെ ആകുമ്പോൾ മാനേജേഴ്സിന് വ്യക്തിഗതമായിട്ട് ഓരോരുത്തരെ മോണിറ്റർ ചെയ്യാനും അല്ലെങ്കിൽ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാനൊന്നും അവിടെ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ലത് എന്താണ്? ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ അവിടെ നടപ്പിലാക്കി. നേരെ തിരിച്ചാണ് ചെറിയ ഓർഗനൈസേഷനിൽ. അതായത് as a result, the manager is unable to keep an eye on each individual or be involved in every working area of the organization. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിനെ അവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ നടപ്പിലാക്കേണ്ടതായിട്ട് വരും. ഇൻ എ സ്മോൾ ഓർഗനൈസേഷൻ, ഒരു ചെറിയ ഓർഗനൈസേഷനിലാണെങ്കിൽ knowledge and contact is possible to a large extent. Therefore, the need for a formal grievance procedure is reduced. ചെറിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ അധികം ജീവനക്കാരൊന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല, അവിടെ മാനേജേഴ്സും എംപ്ലോയീസും തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. കാരണം അവിടെ എണ്ണം കുറവാണ്, ചെറിയ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ മാനേജ്മെന്റ് എംപ്ലോയീസിന് അവരുടെ നേരിട്ട് മാനേജേഴ്സ് ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പൊ അവിടെ ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ആവശ്യകത അധികം വരുന്നില്ല എന്നല്ല, വരും. പക്ഷെ എന്താണ്, അവർക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പ്രശ്നങ്ങൾ നേരിട്ട് പറഞ്ഞു പരിഹരിക്കുന്നതിലൂടെ അവിടെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ഒരു ആവശ്യകത വളരെ കുറവായിരുന്നു. പക്ഷെ വലിയ ഓർഗനൈസേഷനിൽ അങ്ങനെയല്ല, അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും, ഒരുപാട് ഹൈറാർക്കി ലെവൽസ് ഉണ്ടാവും. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരിക്കലും മാനേജേഴ്സിന് ഓരോരുത്തരും വ്യക്തിഗതമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അവിടെയൊക്കെ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ആവശ്യം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ്. എന്നിട്ട് 6 സ്റ്റെപ്പാണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്രയും ആകുമ്പോൾ ക്ലിയർ ആയോ? മ്യൂട്ട് ചെയ്യാൻ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും നമ്മള് നല്ലപോലെ ലാസ്റ്റ് ലൈനാണ് മനസ്സിലാവാണ്. ഏതാണ്? In a small organization, knowledge and contact is possible to a larger extent.
അതായത് Therefore, the ചെറിയ need for a ഓർഗനൈസേഷന് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നോളജ് ആൻഡ് കോൺടാക്ട് ഈസ് പോസിബിൾ ടു എ ലാർജ് എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന മാനേജേഴ്സിന് എംപ്ലോയീസ് ആയിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് ഉണ്ടല്ലോ, ആ കോണ്ടാക്ട് കുറെ കൂടെ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ഓർഗനൈസേഷൻ അല്ല, അപ്പൊ കുറച്ച് ആളുകളല്ലേ ഉണ്ടാവുള്ളൂ, കുറച്ച് എംപ്ലോയീസ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ മാനേജേഴ്സിന് അവരുമായിട്ട് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും, അവരായിട്ട് കുറച്ചുകൂടി നല്ല റിലേഷൻഷിപ്പ് അടുത്തിടപെടാൻ പറ്റും. അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് മാനേജറിന്റെ അടുത്ത് പറയാം, പെട്ടെന്ന് തന്നെ പരിഹാരം കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ എന്ത് വേണ്ട, ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ആവശ്യം അധികം വരുന്നില്ല. അതേസമയം വലിയ ഓർഗനൈസേഷനിൽ അങ്ങനെയല്ല. അവിടെ എന്ന് പറയുന്ന മാനേജേഴ്സ് ഒരുപാട് ജീവനക്കാരുണ്ടാവുന്ന മാനേജേഴ്സിന് ഓരോരുത്തരും മോണിറ്റർ ചെയ്യാനൊന്നും പറ്റില്ല. അവരുമായിട്ട് ചിലപ്പോൾ നല്ല ബന്ധം ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞു തരുമോ ഫസ്റ്റ് പാരഗ്രാഫ്? ഏത് ഫസ്റ്റ് പാരഗ്രാഫ്? ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് ചുരുക്കി പറഞ്ഞു തരുമോ? ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ആണോ? അതായത് അവിടെ പറയുന്നത് എംപ്ലോയീസിന്റെ, അതായത് ജീവനക്കാരുടെ പരാതികൾ പരിഹരിക്കാനുള്ള ഒരു ഔപചാരിക സംവിധാനം, അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിലൂടെ ഈ പറയുന്ന മാനേജ്മെന്റിന് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്കൊരു പരിഹാരം കൊടുക്കാനും അതിന്റെ സാധിക്കും. അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. ഒരുപാട് എംപ്ലോയീസ്, ഒരുപാട് ഹൈറാർക്കിയൽ ലെവൽസ് ഒക്കെ വരുമ്പോൾ മാനേജേഴ്സിന് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ മോണിറ്റർ ചെയ്യാനായിട്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതേസമയം ചെറിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ എംപ്ലോയീസിന്റെ എണ്ണം കുറവായിരിക്കും. അപ്പൊ മാനേജ്മെന്റിന്റെ എംപ്ലോയീസ് ആയിട്ട് കുറെ കൂടെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് സംസാരിച്ച് പെട്ടെന്ന് തന്നെ പരിഹരിക്കാം. അവിടെ എന്ത് ആവശ്യം വരില്ല, ഒരു ഫോർമൽ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.